അവസ്ഥ വന്നു. ബിക്കോസ് ജാൻമണി ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് അവളുടെ എല്ലാം അറിയാം. അവളുടെ തുടക്കം മുതൽ 2010 ഞാൻ വരുന്നത്. എൻ്റെ മേക്കപ്പ് വണത്ത് വിസി ചേച്ചിയൊക്കെ കഴിഞ്ഞാൽ എൻ്റെയാണ് വണത് ഫസ്റ്റ് ചെയ്യുന്നത്. ഇന്നും ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെക്കാളും കൂടുതൽ ഞാൻ എൻ്റെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ കാണുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പറിനെ കുറിച്ച് എനിക്ക് വഴക്ക് പറയാം, കുറ്റം പറയാം, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ റിയലി ലവ് ഹർ, ഐ കെയർ ഫോർ ഹർ. അപ്പോൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ആ കൊച്ചിൻ്റെ സൈഡിൽ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കുറേ വർഷമായി ഒരു ഇൻ്റർവ്യൂ കൊടുക്കാത്ത ഒരാളാണ്. ഞാൻ ആ കൊച്ചിന് വേണ്ടി മാത്രമേ ഇത് ചെയ്യുന്നത്. നിങ്ങളൊക്കെ കാരണമാണ് പ്രേക്ഷകരൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടോ? ഇപ്പം അത് മൈൻഡ് ചെയ്തില്ലെങ്കിൽ ആരും ഉണ്ടാവില്ല. ജാൻമണിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ജിൻഡോ ആണ്. ചേച്ചി ഗെയിം കണ്ടാണോ? അവരുടെ പുള്ളിയുടെ ഗെയിം ഇങ്ങനെയാണ് കണ്ടത്. ജാൻ തന്നെ പറയുന്നുണ്ടല്ലോ ഭയങ്കര നുണ പറയുന്നതിനാണ് അല്ലേ? എനിക്കറിയില്ല. ജിൻഡോ പിന്നെ എൻ്റർടൈനിങ് ആണ്, കണ്ടിരിക്കാൻ കാണാൻ രസമായിട്ട്. പിന്നെ കളിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ജിൻറ്റു ടോപ്പ് 5 ഒട്ടും ചിലപ്പോൾ ജയിക്കും, ഒന്നും പറയാൻ പറ്റില്ല. ജിൻറ്റു ഐ ലൈക്ക് ജിൻറ്റു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കളിക്കാൻ വേണ്ടി കളിക്കുന്നു. അങ്ങനെ കുറച്ച് പേരുണ്ട്, കുറച്ച് പോപ്പുലർ ആക്കി ചാനൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ജിൻറ്റു, ജാസ്മിൻ, അങ്ങനെ. പക്ഷേ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് സിബിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. സിബിൻ പോയത് വെരി അപ്സെറ്റ്. പൂജ വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് അൻസിബേനെ കുറച്ച് ഇഷ്ടപ്പെട്ടു. ക്വയറ്റ് ആണെങ്കിലും പറയുന്ന പോയിന്റ്സ് വേറെ സ്പോട്ടിലടിക്കുന്ന സാധനമാണ്. ഇത്തവണ സിജോ തിരിച്ചു കയറിയപ്പം സിജോനെ കാണാൻ ഞാൻ വെയിറ്റ് ചെയ്തു. സിജോ തിരിച്ചു കയറി കുറച്ച് ക്വയറ്റ് ആയിട്ടിരിക്കുകയാണ്. സിജോ വുഡ് ബി ഇൻട്രസ്റ്റിംഗ് ടു വാച്ച്. ഋഷീൻ്റെ സ്റ്റാൻസ് എനിക്ക് ഇഷ്ടമാണ്. ഋഷി ക്വയറ്റ് ആണെങ്കിൽ അവൻ്റെ ആവശ്യമുള്ള കാര്യം അവൻ ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഡ്രാമയൊന്നുമില്ല. ഐ ലൈക്ക് ദാറ്റ്. ഇത്രയും പേരാണ് ഞാൻ കുറച്ചൊക്കെ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് നോക്കി നിൽക്കുന്നത്. പക്ഷേ അത് എൻ്റെ അടുത്തൊരു കളി എപ്പം വേണമെങ്കിലും മാറാം. ആ പവർ റൂം ഉള്ളതുകൊണ്ട് എല്ലാം പ്രശ്നമായിട്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഈ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. എന്നെ എന്തെങ്കിലും ആരെങ്കിലും രക്ഷിച്ചാൽ എനിക്ക് ഐ വോണ്ട് സ്റ്റോപ്പ് വാച്ചിങ് ഇറ്റ്. പക്ഷെ നടക്കുന്നില്ല. അതാണ് ഈ ബിഗ് ബോസിൻ്റെ പ്രശ്നം. ഐ ഡോണ്ട് നോ, ഇല്ലാന്ന് തോന്നുന്നു. സീ ഗബ്രി ഈസ് വെരി സ്മാർട്ട് ഗെയിമർ. ജാസ്മിൻ ഈസ് ഓൾസോ വെരി സ്മാർട്ട്. അപ്പം അവർ ഈ പ്രണയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഗെയിം. അത് റിയലാണോ അല്ലയോ എന്ന് പറയാൻ ഞാനറിയാം. എൻ്റെ സീസണിൽ ഞാൻ പറഞ്ഞില്ലേ, പോലീം ഷീനിഷും അവർ അഭിനയിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം അവർ കല്യാണം കഴിഞ്ഞ് 2 കൂട്ടുകാരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു അല്ലേ? ആവാതിരിക്കാം. ഐ മീൻ, പക്ഷേ ഇവർ അവർ പക്ഷെ ഓൾറെഡി പറയുന്നുണ്ട് പുറത്ത് എനിക്ക് കെട്ടാൻ പറ്റില്ല അല്ലേ, 2 കൾച്ചർ എന്നാണ്. അത് അവർ തന്നെ ക്ലിയറായി പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറകെ പോകുന്ന നമ്മളല്ലേ മണ്ടന്മാർ അല്ലേ? നോ ബിഗ് ബോസ് കൺട്രോൾഡ് ആണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ടീം കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഒരു ഗെയിം നടത്തിയിട്ട് ഇപ്പം പവർ റൂമിലേക്ക് കയറ്റാം ഒരാളെ വേണമെങ്കിൽ. ഇപ്പം നമുക്കറിയാം ഗബ്രിയും വേറെ 3 പേരുമാണ്. ഗബ്രി ആയിരിക്കും സ്ട്രോങ്ങസ്റ്റ്, ചാൻസ് കൂടുതൽ ഗബ്രിക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു ഗെയിം ഇട്ട് കൊടുക്കാം, എന്താ കളിച്ചോ. പിന്നെ 2 പേര് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ആ അടിക്ക് വേണ്ടിയുള്ള ഒരു സാധനം ഇട്ട് കൊടുക്കാം. ഇപ്പം രാവിലെ മോർണിംഗ് ക്ലാസ് കൊടുക്കാം. മോർണിംഗ് ക്ലാസ് പറഞ്ഞ ഒരു അടി വരും. ബിക്കോസ് അപ്പോൾ അവരെ കൊണ്ട് പറയിക്കാം. അപ്പോൾ അങ്ങനെ കോണ്ടന്റ് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാം. പക്ഷേ സ്ക്രിപ്റ്റഡ് അല്ല, ഒട്ടും സ്ക്രിപ്റ്റഡ് അല്ല. ജാൻമണി കയറിയതിന് ശേഷം അതിലൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകരിലേക്ക് ഒരു നെഗറ്റീവ് മെസ്സേജ് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? സോ എനിക്ക് നാദർ ഐ തിങ്ക് റിയലി വരുന്ന സീസൺ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ കണ്ടിരിക്കുന്ന റീൽസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നാദർ വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ജാനതിൽ കൂടുതലും പോയതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടാണ്. ട്രാൻസ് കമ്മ്യൂണിറ്റീൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് അല്ല പോയതെന്ന് എനിക്ക് തോന്നുന്നു. അത് എൻ്റെ ഇതിനെയും നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരു സ്ത്രീയാണ്. പക്ഷെ ഞാൻ സംസാരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഞാൻ സംസാരിക്കുന്ന എനിക്ക് വേണ്ടി മാത്രമല്ല. ഞാനൊരു വ്യക്തിയാണ് അല്ലേ. അപ്പോൾ എൻ്റെ വ്യക്തിത്വം വരും. അതിപ്പോൾ ഏത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെങ്കിലും ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റീനെ പ്രതിനിധീകരിക്കുന്നു എന്നതിനേക്കാളും ഉപരി ജാനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. എനിക്ക് ജാനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്കൊരു സോഫ്റ്റ് കോർണർ ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ജാൻ്റെ സൈഡിൽ നിൽക്കും. എനിക്ക് എൻ്റെ അനിയത്തിയെ പോലെയാണ്. പക്ഷേ അവൾ ചെയ്തിരിക്കുന്നത് എൻ്റെ അടുത്ത് എടുത്തിട്ടാണെന്ന് പറയാൻ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഒരിക്കലും അത് പറയരുതായിരുന്നു. പക്ഷേ കൾച്ചറലി വ്യത്യാസമാണ്. വളരെ ആസമീസ് ആണ്. അപ്പോൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻ കൾച്ചേഴ്സാണ് അവർ ഈ ശപിക്കുന്നതും. നമ്മുടെ കൾച്ചറൊന്നും ഇല്ല. നമ്മുടെ കൾച്ചറിനകത്ത് ഭയങ്കര തെറ്റായിട്ട് കാണുന്നതാണ് അല്ലേ. നമ്മളാരും അങ്ങനെ പറയുന്നൊരു ചീത്ത ആൾക്കാരാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കില്ല. നമ്മൾ കോമണിസത്തിൻ്റെ ബാക്ക് ചെയ്യുന്നൊരു സ്റ്റേറ്റാണ് അല്ലേ. സോഷ്യലിസം ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആകുമ്പോൾ നമ്മൾ ലോ ക്ലാസ് ഹൈ ക്ലാസ് ഒന്നും പറയാത്ത ആൾക്കാരാണ്. ബിസിനസ് ക്ലാസ് എക്കോണമി നമ്മൾ പറയില്ല. ബിക്കോസ് നമ്മുടെ ചോരയിൽ അതില്ല. നമ്മൾ കണ്ടു വളർന്നിട്ടില്ല. നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണിത് അല്ലേ. അവിടെ ഞാനിപ്പം ജാനടുത്ത് ഞാൻ കുറേ തെളിവിച്ചിട്ടുണ്ടോ അവിടെ എനിക്ക് ദേഷ്യം വന്നിട്ട്. പക്ഷേ ജാനടുത്ത് ഞാൻ പറഞ്ഞു, ജാനെ നോർത്ത് ഇന്ത്യയിൽ പോകുന്ന അല്ലെങ്കിൽ അവിടുത്തെ TV ഷോ പോകുന്ന പോലെ എല്ലാ കേരളത്തിൽ TV ഷോ പോകുന്നത്. നമ്മുടെ നാട്ടിൽ കുറച്ച് നടപ്പുണ്ട്.
രീതികളുണ്ട്. അത് ഫോളോ ചെയ്യാൻ അറിവില്ലായ്മയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ എനിക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല. ഇപ്പം ജോലിക്ക് വരുന്നവരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ചേച്ചിമാരെയും ചേട്ടന്മാരെയും നമ്മൾ ചീത്ത പറയുമോ? ബിക്കോസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എല്ലാവരോടും ഒരു ബഹുമാനം, നമ്മളെല്ലാവരെയും ഒരുപോലെ കാണുന്നൊരു സമൂഹമാണ്. ഇനി അങ്ങനെ ചീത്ത പറയാൻ പോയാൽ ആ ചേട്ടൻ തിരിച്ചും പറയും. ബിക്കോസ് നമ്മൾ ഇക്വാളിറ്റി കുറച്ചുകൂടെ നോക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ജാൻ വേറെ കൾച്ചറിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് ഒരു കൾച്ചറൽ ഇഷ്യൂ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, മനസ്സിൽ തോന്നുന്ന മോത്ത് പറയുന്ന ഒരാളാണ്. എൻ്റെ ജാൻ ആയതുകൊണ്ട് പറയുമല്ല. അതിന് ചിലത് കുറേ പൊട്ടത്തരം ഈ ശപിച്ചതൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നൊരു സബ്ജക്റ്റാണ്. യു ഷുഡൻറ്റ് കേഴ്സ്, ഇറ്റ്സ് നോട്ട് റൈറ്റ്, തെറ്റാണ്. പിന്നെ നമ്മുടെ അഹങ്കാരം, ഈഗോ, അതിൻ്റെ ഭാഗമായിട്ട് അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല ആൾക്ക് ആ സമയത്ത്. ഇപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ പറഞ്ഞു. ഈ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ടോപ്പ് 5 എത്തേണ്ട ഒരാൾ തന്നെ ആയിരുന്നില്ലേ? ടോപ്പ് 5 എനിക്കറിയത്തില്ല, അത് ഗെയിമിനനുസരിച്ചിരിക്കും. നമ്മളുടെ ഗെയിം എങ്ങനെയാണോ, ബിഗ് ബോസ് എങ്ങനെയാണോ കൺട്രോൾ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും. പക്ഷേ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ്, നല്ല ക്വാളിറ്റി. കുറച്ചുകൂടെ ആൾക്കാർക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ടോപ്പ് 5. പക്ഷേ ടോപ്പ് 5 അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിലൊരു കുറച്ചുകൂടെ ബെറ്റർ സ്ഥാനം നേടാൻ പറ്റുമായിരുന്നു ജാൻമണിക്ക് തോന്നുന്നു. ജാൻമണി ഭയങ്കര ജെന്യൂനായിട്ട് കളിച്ചുകൊണ്ടാണോ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഔട്ടിലേക്ക് വന്നത്? അതെനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു വോട്ട് കുറവായിരുന്നായിരിക്കും. ജാനിന് വോട്ട് കുറവായിരുന്നു. എൻ്റെ സീസൺ എനിക്ക് വോട്ടായിരുന്നു. ഞാൻ ഭയങ്കര ജനുവനായിരുന്നു. ബിഗ് ബോസിൽ സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ പ്രണയം സ്ട്രാറ്റജി അങ്ങനെയുള്ള നെഗറ്റിവിറ്റി കൂടുതൽ കൊണ്ടുവരുന്ന ആളുകൾക്കാണ് സപ്പോർട്ട് കൂടുതൽ പുറത്ത്. അപ്പോൾ ജാൻമണി കുറച്ചുകൂടെ അങ്ങനെ ആയതുകൊണ്ടാണോ? അങ്ങനെയായിരിക്കാം. അല്ല, ടോക്സിസിറ്റി കൂടുതലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ മലയാളികൾ. അതുകൊണ്ടായിരിക്കും സീരിയൽസിൻ്റെ എന്തുകൊണ്ടാണ് സീരിയൽ ഇത്രയും നന്നായി വരുന്നത്? അതുകൊണ്ടായിരിക്കാം. പക്ഷേ എല്ലാത്തിനും ഇതൊരു TV ഷോ ആണ്, ഒരു ഗെയിം ഷോ ആണ്, ഒരു മൈൻഡ് ഷോ ആണ്, ലോകത്തെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആണ്. അത് കാണാനുള്ള പ്രേക്ഷകർക്ക് എന്താണോ കാണാൻ ആഗ്രഹം അത് നൽകുക എന്നതാണ് ആ ചാനലിൻ്റെ ഉത്തരവാദിത്തം. അതവർ നൽകും. അത് നൽകുമ്പം നമ്മൾ പുറത്തുനിന്ന് അഭിപ്രായം പറയാം. നമുക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ് എത്ര പറഞ്ഞാലും അത് ശരിക്കും പുറത്തും ജാൻമണി വേറെ ബിസിനസ് ക്ലാസ്സൊക്കെ നോക്കുന്ന ആളാണ്. ആണോ? ഇന്ത്യയിൽ എവിടെയാണ് ബിസിനസ് ക്ലാസ്? എയർ ഇന്ത്യയിൽ കുറച്ച് സീറ്റുണ്ടാവും. ഇൻഡിഗോയിലുണ്ടോ? ചുമ്മാ ഡയലോഗ് അടിച്ചത് ആ സമയത്ത്. അതിനെന്തോ മുമ്പ് എന്തൊക്കെയോ നടന്നു എന്നൊക്കെ എൻ്റെ ഇവിടെ വന്ന് കഥ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല. ബിസിനസ് ക്ലാസ് ഇൻ്റർനാഷണലി പോകുമ്പം ജെറ്റ് എയർവേസ് ഒക്കെ ഉള്ളപ്പം പോയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം എനിക്കറിയാം. ഞാൻ തന്നെ പോകുന്നില്ല ബിസിനസ് ക്ലാസ്സിൽ. പുറത്തൊക്കെ പോകുമ്പോൾ മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ. അവർക്ക് ബിസിനസ് ക്ലാസ് കിട്ടിയാൽ കൊടുക്കുന്നവരെ ഞാൻ ഇല്ല. എനിക്ക് തോന്നുന്നു അത് ഡയലോഗ് ദേഷ്യം വരുമ്പോൾ നമ്മൾ കുറേ സാധനം പറയും. ഞാൻ നിന്നെ കാണിച്ചു തരാട്ടി പ്രസ് മീറ്റ് നടത്തോടി കുറേ ഡയലോഗ് ഇറക്കിയിട്ടുണ്ട് ചേച്ചി. എന്തൊക്കെ ആവും ആള് പാവാ വെറുതെ പറയുന്നതാണ്. ഈ ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസത്തേക്കായിട്ട് എൻട്രികൾ പോകാറുണ്ട്. ചേച്ചിക്ക് അങ്ങനെ അവസരം ഇന്ത്യയിൽ പോകാൻ? എനിക്കോ? ഞാൻ ചോദിക്കുന്ന കാശ് വന്നാൽ ഞാൻ പോകും. പക്ഷെ തരില്ല. കഴിഞ്ഞ